നെക്സ്റ്റ് കുറച്ചുകൂടി സിമ്പിൾ ആയിട്ടുള്ള പ്രോഗ്രാമാണ് പ്രോഗ്രാം ടു കൗണ്ട് ദ നമ്പർ ഓഫ് ഡിജിറ്റ്സ് ഇൻ എ നമ്പർ. ഇപ്പോൾ 123 എന്ന് പറഞ്ഞ നമ്പർ കൊടുക്കുകയാണെങ്കിൽ അതിൽ എത്ര ഡിജിറ്റ് ഉണ്ടെന്ന് കൗണ്ട് ചെയ്ത് തരിക. അപ്പോൾ എല്ലാ ഡിജിറ്റിലും നമുക്ക് ട്രാവേഴ്സ് ചെയ്ത് പോകണം. അപ്പോൾ നമുക്ക് എന്ത് വേണ്ടി വരും? ലൂപ്പ് വേണ്ടി വരും. ഫസ്റ്റ് നമ്പർ മുതൽ ലാസ്റ്റ് നമ്പർ വരെ ഓരോന്ന് എടുക്കുക. ഓരോ ഡിജിറ്റും കിട്ടുമ്പോൾ എന്ത് ചെയ്യാം? ഈ കൗണ്ടിൻ്റെ വാല്യൂ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് പോവുക. കൗണ്ട് ഇനിഷ്യലി നമ്മൾ 0 ആക്കി വയ്ക്കുന്നു. ഫസ്റ്റ് ഡിജിറ്റ് കിട്ടുമ്പോൾ അത് ആഡ് ചെയ്ത് 1 ആയി. സെക്കൻഡ് ഡിജിറ്റ് കിട്ടുമ്പോൾ ഒന്നുകൂടി ഇൻക്രിമെൻറ്റ് ചെയ്ത് 2 ആയി. തേർഡ് ഡിജിറ്റ് കിട്ടുമ്പോൾ ഒന്നും കൂടി ഇൻക്രിമെൻറ്റ് ചെയ്ത് 3 ആയി. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഏത് നമ്പറിൻ്റെ ആണോ കൗണ്ട് കണ്ടുപിടിക്കേണ്ടത് ആ നമ്പർ നമ്മൾ എൻ്റർ ചെയ്തു. സോ എൻ്റെ അത് നമ്പർ ഇൻപുട്ട് ഫംഗ്ഷൻ യൂസ് ചെയ്തു, കീബോർഡിൽ നിന്ന് റീഡ് ചെയ്തു, സ്ട്രിംഗ് ഫോർമാറ്റിൽ കിട്ടി, ഇൻ ഫംഗ്ഷൻ ഉപയോഗിച്ച് അതിനെ ഇൻറ്റിജറാക്കി കൺവേർട്ട് ചെയ്തു, നം എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തു. ഇനി ഇതെന്തിനായിരിക്കും? കൗണ്ട് ഈക്വൽ ടു 0. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? എത്ര ഡിജിറ്റ്സ് ആ നമ്പറിൽ ഉണ്ടെന്നുള്ളതിൻ്റെ കൗണ്ടാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ആ കൗണ്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മളൊരു വേരിയബിൾ ഡിഫൈൻ ചെയ്യുന്നു, അതിലേക്ക് 0 എന്ന് പറഞ്ഞ വാല്യൂ നമ്മൾ സ്റ്റോർ ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ അതിലേക്ക് നമ്മൾ ആഡപ്പ് ചെയ്താണ് പോകേണ്ടത്. അതുകൊണ്ടാണ് ഇനിഷ്യൽ വാല്യൂ നമ്മൾ 0 കീപ്പ് ചെയ്യുന്നത്. ഇനി വൈൽ നം ഗ്രേറ്റർ ദാൻ 0 കണ്ടീഷൻ എൻഡിൽ എന്തുണ്ട്? കോളൻ സിമ്പിൾ ഉണ്ട്. അപ്പോൾ നമ്മൾ കൊടുത്ത നമ്പർ എന്താണോ അത് ഗ്രേറ്റർ ദാൻ 0 ആണോ എന്ന് ചെക്ക് ചെയ്തു. ഇപ്പോൾ 45 കൊടുത്തു എന്ന് വെക്കുക. 45 ഗ്രേറ്റർ ദാൻ 0 ആണ്. നമ്മൾ നെക്സ്റ്റ് ലൂപ്പിൽ എന്ത് ചെയ്തു? കൗണ്ട് ഈക്വൽ ടു കൗണ്ട് പ്ലസ് 1. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കൗണ്ട് ഒന്ന് അപ്ഡേറ്റ് ചെയ്തു. അപ്പോൾ കൗണ്ട് ഈക്വൽ ടു ഇപ്പോൾ എന്തായിട്ടുണ്ട്? കൗണ്ട് ഈക്വൽ ടു 1 ആയി. ഓൾറെഡി 0 ആയിരുന്നു. 0 പ്ലസ് 1 ഈക്വൽ ടു 1. ഇനി നെക്സ്റ്റ് എന്ത് ചെയ്തു? നം ഈക്വൽ ടു നം ഫ്ലോർ ഡിവിഷൻ ബൈ 10. അപ്പോൾ നമ്പറിനെ നമ്മൾ 10 കൊണ്ട് ഫ്ലോർ ഡിവിഷൻ ചെയ്തു. എന്നുവെച്ചാൽ 45 ഡിവൈഡഡ് ബൈ 10. 45 ബൈ 10 ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഫ്ലോർ ഡിവിഷൻ ബൈ 10 ചെയ്യുമ്പോൾ നമുക്ക് നോർമലി കിട്ടുന്നത് 4.5 ആണ്. 4.5 എങ്ങനെ മാറും? അതിൽ നമുക്ക് 0.5നെ നമ്മൾ ഒഴിവാക്കി താഴേക്ക് റൗണ്ട് ചെയ്യുമ്പോൾ നമുക്കതിനെ 4 ആക്കി കിട്ടും. സോ നം ഈക്വൽ ടു 4 ആയി. എന്നിട്ട് വീണ്ടും നമ്മൾ കണ്ടീഷനിൽ പോയി. വൈൽ 4 ഗ്രേറ്റർ ദാൻ 0 കണ്ടീഷൻ ഈസ് ട്രൂ. അപ്പോൾ കൗണ്ട് എന്ത് ചെയ്തു? കൗണ്ട് ഈക്വൽ ടു കൗണ്ട് പ്ലസ് 1. കൗണ്ടിൽ ഓൾറെഡി 1 ഉണ്ടായിരുന്നു. 1ൻ്റെ കൂടെ എന്ത് ചെയ്തു? 1 പ്ലസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ആയി. നെക്സ്റ്റ് നം ഈക്വൽ ടു നം ഡിവൈഡ് ബൈ 10. വീണ്ടും നമ്മൾ ഫ്ലോർ ഡിവിഷൻ ചെയ്യുന്നു. അപ്പോൾ ഇതിലുള്ളത് 4 ആണ് ഇപ്പോഴത്തെ വാല്യൂ. 4നെ ഫ്ലോർ ഡിവിഷൻ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 0.4 കിട്ടും. നമുക്കതിനെ ഫ്ലോർ ഡിവിഷൻ ആയതുകൊണ്ട് ഈ 0.4നെ നമുക്ക് ഒഴിവാക്കി 0യിലേക്ക് റൗണ്ട് ചെയ്യാം. സോ നം ഈക്വൽ ടു 0 ആയി. നെക്സ്റ്റ് വീണ്ടും മുകളിൽ പോയി വൈൽ നം ഗ്രേറ്റർ ദാൻ 0. 0 ഗ്രേറ്റർ ദാൻ 0 ആണോ? ഫോൾസ് ആണ്. അപ്പോൾ ലൂപ്പിനുള്ളിൽ നിന്ന് പുറത്തിറങ്ങി. ഇറ്റ് പ്രിൻറ്റ്സ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, ക്ലോസ് ചെയ്തു. പ്രിൻറ്റിനുള്ളിൽ എന്താ വരുന്നത്? ഡബിൾ കോട്ട്സിനുള്ളിൽ നമ്പർ ഓഫ് ഡിജിറ്റ്സ് ഈക്വൽ ടു, ദെൻ കോമ യൂസ് ചെയ്തു. നെക്സ്റ്റ് നമുക്ക് ആ കൗണ്ടിൻ്റെ വാല്യൂ കൊടുക്കണം. അതുകൊണ്ടാണ് കൗണ്ട് എന്ന് പറഞ്ഞ വേരിയബിൾ നമ്മളവിടെ യൂസ് ചെയ്യുന്നത്. റൺ ചെയ്യാം. 563 നമ്പർ ഓഫ് ഡിജിറ്റ്സ് 3. എത്ര ഡിജിറ്റ് ഉണ്ടെന്ന് കിട്ടിയല്ലോ. ആൻഡ് ഡിജിറ്റ്സിൻ്റെ കൗണ്ടാണ് അവിടെ കണ്ടുപിടിച്ചിട്ട് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തരുന്നത്. ഓൾമോസ്റ്റ് സിമിലർ ലോജിക്കുള്ള വേറെ റൂൾസിനും കൂടി പറയുകയാണ്. പ്രോഗ്രാം ടു ഫൈൻഡ് ദ ലാർജസ്റ്റ് ഡിജിറ്റ് ഇൻ എ നമ്പർ. നമ്മൾ കൊടുക്കുന്ന നമ്പർ 789 ആണെങ്കിൽ അതിൻ്റെ അകത്ത് ലാർജസ്റ്റ് ഡിജിറ്റ് ഏതായിരിക്കും? 9 എന്ന് പറഞ്ഞ ഡിജിറ്റിനെ കണ്ടുപിടിച്ച് തരും. അതാണ് ഉദ്ദേശിക്കുന്നത്. സോ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ഈ 789 റീഡ് ചെയ്യാൻ വേണ്ടി ഇൻപുട്ട് ഫംഗ്ഷൻ യൂസ് ചെയ്തു, എൻ്റർ എ നമ്പർ. അപ്പോൾ റീഡ് ചെയ്ത സ്ട്രിങ്ങിനെ ഇൻ ഫംഗ്ഷൻ ഉപയോഗിച്ച് എന്ത് ചെയ്തു? ഇൻറ്റിജറാക്കി കൺവേർട്ട് ചെയ്തു. അപ്പോൾ ഇൻറ്റിൻ്റെ ബ്രാക്കറ്റ്സിനുള്ളിലാണ് നമ്മുടെ ഇൻപുട്ട് ഫംഗ്ഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇൻറ്റിജർ ആക്കിയ വാല്യൂ നമ്മൾ നം എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തു. ഇനി നമ്മൾ പുതിയൊരു വേരിയബിൾ ഇവിടെ ഉപയോഗിക്കുകയാണ്, ലാർജസ്റ്റ്. ഈ ലാർജസ്റ്റിൻ്റെ പർപ്പസ് എന്തായിരിക്കും? നമുക്ക് ഈ കിട്ടുന്ന ഈ നമ്പറിൽ നിന്ന് കിട്ടുന്ന ലാർജസ്റ്റ് ഡിജിറ്റിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഒരു വേരിയബിൾ വേണം. അതുകൊണ്ടാണ് നമ്മൾ ലാർജസ്റ്റ് എന്ന് പറഞ്ഞ വേരിയബിൾ ഡിഫൈൻ ചെയ്യുന്നു. അതിൻ്റെ വാല്യൂ 0 ആക്കി ഇനിഷ്യലൈസ് ചെയ്യണം. ഇനി നമ്മൾ നേരത്തെ അതേ ലൂപ്പ് തന്നെ വൈൽ നം ഗ്രേറ്റർ ദാൻ 0. ഈ നമ്പർ ഇൻപുട്ട് കൊടുത്തത് 0യേക്കാളും ഗ്രേറ്റർ ആയിരിക്കുന്ന അത്രയും നേരം നമ്മൾ ഈ ലൂപ്പിലുള്ള കാര്യങ്ങൾ ചെയ്യണം. ലൂപ്പിൻ്റെ എൻഡിൽ കോളൻ സിമ്പിളും ഉണ്ട്. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു? നമ്മളെ ലാസ്റ്റ് ഡിജിറ്റിനെ എക്സ്ട്രാക്ട് ചെയ്യുന്നു. ഇതിലെ ഫസ്റ്റ് സ്റ്റെപ്പും ലാസ്റ്റ് സ്റ്റെപ്പും നമ്മൾ നേരത്തെ പറഞ്ഞ 4 പ്രോഗ്രാംസിൻ്റെ അതേ ലോജിക്ക് തന്നെയാണ്. ലാസ്റ്റ് ഡിജിറ്റ് എക്സ്ട്രാക്ട് ചെയ്യാനും ലാസ്റ്റ് ഡിജിറ്റിനെ ഇവിടെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും. അപ്പോൾ നമ്മിൻ്റെ അപ്ഡേഷനും അതുപോലെ ഡിജിറ്റ് കണ്ടുപിടിക്കാനുള്ള 2 സ്റ്റേറ്റ്മെൻറ്റ്സ് അതേപോലെ തന്നെ. ഒന്നിൽ നമ്മൾ മോഡ് ഓപ്പറേഷൻ ചെയ്യും, താഴത്തേൽ ഫ്ലോർ ഡിവിഷൻ ചെയ്യും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഡിജിറ്റ് ഈക്വൽ ടു നം മോഡ് 10. അപ്പോൾ നമുക്ക് കൊടുത്ത നമ്പർ 89 ആണെന്ന് കരുതുക. അപ്പോൾ നം ഈക്വൽ ടു 89 ഉണ്ട് നമ്മുടെ കയ്യിൽ. സോ 89 എന്ത് ചെയ്യണം? മോഡ് 10 ചെയ്യണം. 89 മോഡ് 10 എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും? 10 കൊണ്ട് ഡിവൈഡ് ചെയ്തു, റിമൈൻഡർ വാല്യൂ ഈക്വൽ ടു 9 കിട്ടി. അപ്പോൾ ഡിജിറ്റിൽ ഇപ്പം 9 ഉണ്ട്. ഇനി ഈഫ് ഡിജിറ്റ് ഗ്രേറ്റർ ദാൻ ലാർജസ്റ്റ്. അപ്പോൾ ഡിജിറ്റിൽ ഇപ്പം 9 ഉണ്ട്, ലാർജസ്റ്റിൽ എന്തുണ്ട്? 0 ഉണ്ട്. സോ 9 ഗ്രേറ്റർ ദാൻ 0 ആണോ എന്ന് നോക്കി.
അപ്പോൾ ഏറ്റവും ലാർജസ്റ്റ് ഡിജിറ്റാണ് നമുക്ക് അതിൽ കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ ഓരോ ഡിജിറ്റും കണ്ടുപിടിച്ചിട്ട് അത് ലാർജസ്റ്റ് ഏതാണ് നമ്മൾ കമ്പാരിസൺ വഴി ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് 9ഉം 0യും കൂടെ കമ്പയർ ചെയ്തു. അപ്പം 9 ആണ് ലാർജസ്റ്റ്. അപ്പോൾ അതുകൊണ്ട് ലാർജസ്റ്റിലെ വാല്യൂ 0 മാറ്റി നമ്മൾ എന്താക്കി അപ്ഡേറ്റ് ചെയ്തു, ലാർജസ്റ്റ് ഈക്വൽ ടു ഡിജിറ്റ് ആക്കി. അപ്പം ലാർജസ്റ്റ് ഈക്വൽ ടു എന്തായിട്ട് മാറി, ലാർജസ്റ്റ് ഈക്വൽ ടു 9 ആയിട്ട് മാറി. ലാർജസ്റ്റ് ഈക്വൽ ടു 9. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ അപ്പോൾ ഈ വൈൽ ലൂപ്പിനുള്ളിലാണ് നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. ഈ കണ്ടീഷൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റ കാര്യം മാത്രം ചെയ്താൽ മതി, എന്താ, ലാർജസ്റ്റിൻ്റെ വാല്യൂ അപ്ഡേറ്റ് ചെയ്യുക. അതുകൊണ്ടാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രം ഈ ഇൻറ്റൻറ്റ് കൊടുത്തിട്ട് എഴുതിയേക്കണം. ഈഫിനുള്ളിൽ ഇത്രയും ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രം ചെയ്താൽ മതി എന്നുള്ളത് കൊണ്ട്. അപ്പോൾ ലാർജസ്റ്റ് അപ്ഡേറ്റ് ചെയ്ത് 9 ആക്കി. നെക്സ്റ്റ് നം ഈക്വൽ ടു നം ഫ്ലോർ ഡിവിഷൻ ബൈ 10. അപ്പോൾ നമ്പറിലുള്ളത് നമുക്കറിയാം 89 ആണ്. 89 നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, നമുക്ക് 8.9 കിട്ടും. താഴേക്ക് റൗണ്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്തായി, 0.9 നമുക്ക് എലിമിനേറ്റ് ചെയ്ത് നമ്മിലെ വാല്യൂ 8 ആയി. അപ്പം വൈൽ ലൂപ്പിലെ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ കഴിഞ്ഞു. വീണ്ടും നമ്മൾ എങ്ങോട്ടേക്ക് പോയി, കണ്ടീഷനിലേക്ക് എത്തി. വൈൽ നാം ഗ്രേറ്റർ ദാൻ 0, അതായത് 8 ഗ്രേറ്റർ ദാൻ 0 കണ്ടീഷൻ ഇസ് ട്രൂ ആണ്. അപ്പോൾ ഡിജിറ്റ് ഈക്വൽ ടു നം മോർ 10. അപ്പോൾ എന്ത് ചെയ്യും, 8 മോർ 10. 8 മോർ 10 ചെയ്താൽ എന്ത് കിട്ടും, 8 തന്നെ കിട്ടും. ഇനി ഈഫ് ഡിജിറ്റ് ഗ്രേറ്റർ ദാൻ ലാർജസ്റ്റ്, ഡിജിറ്റിൽ ഇപ്പോൾ എന്തുണ്ട്, 8 ആണുള്ളത്. സോ 8 ഗ്രേറ്റർ ദാൻ ലാർജസ്റ്റിൽ ഇപ്പോൾ ഓൾറെഡി എന്തുണ്ട്, ലാർജസ്റ്റിൽ 9 ആണല്ലോ. സോ 8 ഗ്രേറ്റർ ദാൻ 9 ആണോ എന്ന് നോക്കും. ആണോ, കണ്ടീഷൻ ശരിയാണോ? 8 ഗ്രേറ്റർ അല്ല, 9 അല്ലേ ഗ്രേറ്റർ. അപ്പോൾ നമ്മുടെ കണ്ടീഷൻ ട്രൂ അല്ല. അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ കണ്ടീഷൻ ഫോൾസ് ആയതുകൊണ്ട് നേരെ പുറത്തു വന്ന് എന്ത് ചെയ്തു, അടുത്ത ഈ സ്റ്റേറ്റ്മെൻറ്റ് ചെയ്തു. സോ നം ഈക്വൽ ടു നം ബൈ 10. അപ്പോൾ 8 ഡിവൈഡഡ് ബൈ 10 ഫ്ലോർ ഡിവിഷൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 0.8 കിട്ടും. അപ്പോൾ അതിൽ നമ്മൾ ബാക്കിയുള്ള പോർഷൻ എലിമിനേറ്റ് ചെയ്തു. താഴേക്ക് റൗണ്ട് ചെയ്തപ്പോൾ 0 ആയി. എന്നിട്ട് നം ഈക്വൽ ടു 0 ആയിട്ടുണ്ട് ഇപ്പോൾ. എന്നിട്ട് വീണ്ടും നമ്മൾ ലൂപ്പിലേക്ക് പോയി. സോ വൈൽ 0 ഗ്രേറ്റർ ദാൻ 0 കണ്ടീഷൻ ഫോൾസ് ആണ്. അപ്പോൾ എന്ത് ചെയ്യും, അത് പുറത്തിറങ്ങി പ്രിൻറ്റിലേക്ക് പോയി. പ്രിൻറ്റ്സ് ദ ലാർജസ്റ്റ് ഡിജിറ്റ് ഈസ്, ഈ ലാർജസ്റ്റ് എന്ന് പറഞ്ഞ വേരിയബിളിലുള്ള വാല്യൂ. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ കൊടുത്ത നമ്പറിൽ ലാസ്റ്റ് ഡിജിറ്റ് തന്നെ ലാർജസ്റ്റ് ആയിരുന്നതുകൊണ്ട് പിന്നെ അടുത്തതിന് നമുക്ക് അപ്ഡേഷൻ ഒന്നും ആവശ്യം വന്നില്ല. അത് തന്നെ ലാർജസ്റ്റ് വാല്യൂ. അപ്പോൾ അത് തന്നെ ലാർജസ്റ്റിൽ എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് ഇട്ട് ഔട്ട്പുട്ട് ചെയ്ത് കാണിച്ചു തന്നാൽ മതി. നമ്മൾ റൺ ചെയ്ത് നോക്കാം. 497 നമ്പർ കൊടുക്കുമ്പോൾ ലാർജസ്റ്റ് ഡിജിറ്റ് 9 കിട്ടി. ഈ 952 കൊടുക്കുമ്പോൾ അവിടെ ലാർജസ്റ്റ് ഡിജിറ്റ് നമുക്ക് 9 കിട്ടി. അപ്പോൾ ഇവിടെ ലോജിക്കിൽ ഈ പോർഷൻ വൈൽ ലൂപ്പ് സെയിം ആണ്, നേരത്തെ പറഞ്ഞത് ഈ ഡിജിറ്റ് എക്സ്ട്രാക്ട് ചെയ്യുന്നത് സെയിം ആണ്, ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റും സെയിം ആണ്. ആകെ ഡിഫറൻസ് വന്നാൽ എന്തുവാ, ഇവിടെ നമ്മൾ ലാർജസ്റ്റ് കണ്ടുപിടിക്കണം. ലാർജസ്റ്റ് കണ്ടുപിടിക്കണം എന്ന് വെച്ചാൽ വലിയ പ്രോസസ്സൊന്നും അതിലില്ല. ഓൾറെഡി നമ്മൾ ലാർജസ്റ്റ് എന്ന് പറഞ്ഞ വേരിയബിൾ 0 ആക്കി വെച്ചു. എന്നിട്ട് അപ്പോൾ കിട്ടുന്ന ഡിജിറ്റ്സിനെ ഈ ലാർജസ്റ്റുമായിട്ട് കമ്പയർ ചെയ്യുക. ഇപ്പോൾ ഉള്ളതിൽ ഏതാണോ വലുത് അതെടുത്ത് ലാർജസ്റ്റിലേക്ക് ഇടുക. അപ്പോൾ ഓരോ പ്രാവശ്യവും കിട്ടുന്ന ഇങ്ങനെ കമ്പയർ ചെയ്ത് വലുതെടുത്ത് ലാർജസ്റ്റിലേക്ക് ഇട്ടിട്ട് പോവാം. അപ്പോൾ ലൂപ്പ് കഴിയുമ്പോഴത്തേക്ക് എന്തായിരിക്കും, ലാർജസ്റ്റ് വാല്യൂ ആ ലാർജസ്റ്റ് എന്ന് പറഞ്ഞ വേരിയബിളിനുള്ളിൽ ഉണ്ടാവും.